വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCC നേതൃ ക്യാമ്പായ ലക്ഷ്യ 2026 രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ചൂടുപിടിച്ചു. പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുഗോലു രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലെ പല കണ്ടെത്തലുകളും വസ്തുതാവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തെത്തി. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ UDFന്റെ മുന്നേറ്റത്തെയും വോട്ടിംഗ് ശൈലിയെയും കുറിച്ചുള്ള കനുഗോലുവിന്റെ നിഗമനങ്ങളാണ് തിരുത്തപ്പെട്ടത്. സംസ്ഥാനത്ത് UDF നേടിയ മുന്നേറ്റത്തിന് പിന്നിൽ ഭരണവിരുദ്ധ വികാരം കാര്യമായ പങ്ക് വഹിച്ചിട്ടില്ലെന്ന കനുഗോലുവിന്റെ വിലയിരുത്തലാണ് നേതാക്കൾ പ്രധാനമായും വിയോജിച്ചത്. ഇടത് സർക്കാരിനെതിരായ ജനരോക്ഷം താഴെ തട്ടിൽ ശക്തമാണെന്നും അത് വോട്ടായി പ്രതിഫലിച്ചിട്ടുണ്ടെന്നും VD സതീശൻ അടക്കമുള്ള നേതാക്കൾ വാദിച്ചു. കനുഗോലുവിന്റെ നിരീക്ഷണം ഗ്രൗണ്ട് റിയാലിറ്റിക്ക് വിരുദ്ധമാണെന്നായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയുടെ പൊതുവികാരം. UDFന് അനുകൂലമായി ക്രൈസ്തവ വോട്ടുകളുടെ ഏകോപനം ഉണ്ടായിട്ടില്ലെന്ന കനുഗോലുവിന്റെ നിരീക്ഷണം ക്യാമ്പിൽ വലിയ ചർച്ചയായി. മുസ്ലിം വോട്ടുകൾ മാത്രമാണ് UDFന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടതെന്നും ക്രൈസ്തവ വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്നും റിപ്പോർട്ട് പറയുന്നു. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ വ്യക്തമാണെന്ന് ശശി തരൂരും ബെന്നി ബെഹന്നാനും ചൂണ്ടിക്കാട്ടി. ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചില്ലെന്ന നിഗമനം സർവേ പിഴവാണെന്ന് നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. LDFന്റെ അടിസ്ഥാന വോട്ടുകളിൽ ഇടമുണ്ടായിട്ടില്ലെന്ന കനുഗോലുവിന്റെ റിപ്പോർട്ടിലെ ഭാഗവും നേതാക്കൾ തള്ളി. ഭരണപക്ഷത്തോടുള്ള അതൃപ്തി മൂലം ഇടതുപക്ഷത്തിന്റെ ഉറച്ച വോട്ടുകളിൽ വിള്ളൽ ഉണ്ടായതായി നേതാക്കൾ ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിച്ചു. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് അതേപടി മുഖവിലക്കെടുക്കാൻ കഴിയില്ലെന്ന കർശന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുന്നതിൽ UDF പരാജയപ്പെട്ടു എന്നതാണ് റിപ്പോർട്ടിലെ മറ്റൊരു പ്രസക്തമായ ഭാഗം. ഈഴവ വോട്ടുകൾ CPMനും നായർ വോട്ടുകൾ BJPക്കും അനുകൂലമായി മാറിയെന്ന് കനുഗോലു സമർത്ഥിച്ചു. എന്നാൽ ഇതിനെതിരെ രാഷ്ട്രീയകാര്യ സമിതി ശക്തമായി പ്രതികരിച്ചു. സമുദായ വോട്ടുകൾ പൂർണ്ണമായും അത്തരത്തിൽ ധ്രുവീകരിക്കപ്പെട്ടിട്ടില്ലെന്നും മതേതര വോട്ടുകളുടെ വലിയൊരു ശതമാനം UDFന് ലഭിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായാണ് ചിന്തിക്കുന്നതെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. കനുഗോലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ മുസ്ലിം വോട്ടുകൾ മാത്രമല്ല ക്രൈസ്തവ വോട്ടുകളും മുന്നണിക്ക് വലിയ കരുത്തായെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത റിപ്പോർട്ടുകൾ തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുമെന്നും അവർ ഓർമ്മിപ്പിച്ചു. തർക്കങ്ങൾക്കിടയിലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലെ 140 മണ്ഡലങ്ങളിലെയും ജയസാധ്യതകളെ കുറിച്ച് വിശദമായ പഠനം കനുഗോലു അവതരിപ്പിച്ചു. സിറ്റിംഗ് സീറ്റുകളിൽ ഏതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും LDF സീറ്റുകളിൽ ഏതൊക്കെ പിടിച്ചെടുക്കാമെന്നും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. 90 മുതൽ 100 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. ഓരോ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരാകണമെന്നതിനെ കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ജയസാധ്യത മാത്രമാകണം മാനദണ്ഡമെന്നും ഗ്രൂപ്പ് താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകരുതെന്നും കനുഗോലു നിർദ്ദേശിച്ചു. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് സംബന്ധിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കനുഗോലുവിന്റെ റിപ്പോർട്ടിലെ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് പുതിയ കർമ്മ പദ്ധതി രൂപീകരിക്കാനാണ് KPCC തീരുമാനം. സർവേ റിപ്പോർട്ടുകൾ മാത്രം ആശ്രയിക്കാതെ താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരം കൂടി പരിഗണിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾക്കാണ് ഇനി മുൻഗണന നൽകുക. KPCC ക്യാമ്പിലെ ഈ ഭിന്നത വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ നേതാക്കൾ തിരുത്തിയത് പാർട്ടിക്കുള്ളിലെ ആത്മവിശ്വാസത്തിന്റെ സൂചനയാണോ അതോ തന്ത്രങ്ങളിലെ പാളിച്ചയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും മിഷൻ 2026 ലക്ഷ്യമിട്ടുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ കൂടുതൽ സജീവമാവുകയാണ്.